ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ റോർ ബാങ്കിന്റെ കാർഡ് നമുക്ക് ഡെലിവർ ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇതിന്റെ വീഡിയോ നമ്മുടെ രണ്ടാമത്തെ ചാനൽ ഇട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഈ സാധനം ഷിപ്പ് ചെയ്തിട്ടുണ്ടാകുന്നത് ഡെലിവറി കൊറിയർ ത്രൂ ആയിരുന്നു. ഈ സാധനം എനിക്ക് കിട്ടാൻ ഓൾമോസ്റ്റ് 4 ദിവസം വൈകിട്ട് അവന്മാരെ പിന്നെ ഞാൻ വന്നിട്ടാണ് കിട്ടിയത് ലാസ്റ്റ്. അപ്പോൾ ഇവന്മാർ ഫുൾ ഡെലിവറി ഉണ്ട് അവർ ഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ കാർഡ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. എന്തെങ്കിലും അതങ്ങനെ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ഡെലിവറിയുടെ നമ്പർ അറിയുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ഓഫീസ് അറിയുന്നുണ്ടെങ്കിൽ അവിടെ പോയി കളക്ട് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത് കേട്ടോ. എന്ന് വെച്ചാൽ വൻ ഷോക്കാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിന്റെ പിന്നെ ഒരു കാർഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ കാർഡിൽ പേരൊന്നും ഉണ്ടാവില്ല. അവർ ഓൾറെഡി പ്രിന്റ് എഴുതി വെച്ചേക്കുന്ന കാർഡുമ്മ പ്രോഗ്രാം ചെയ്തിട്ട് അയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കാർഡിൽ പേരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സാധനം കാണിച്ചു തരാൻ എന്തൊക്കെ ഉണ്ടാവുമെന്ന്. നമ്മുടെ നോർമലി വരുന്ന പോലെ തന്നെ വെൽക്കം ലെറ്ററും അതുപോലെ തന്നെ നമ്മുടെ ലിമിറ്റും അങ്ങനത്തെ സംഭവമൊന്നും ഈ സാധനത്തിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി മുമ്പിൽ എഴുതിയിട്ടുണ്ട് റോർ ബാങ്ക് ബൈ എന്താ പറയുക യൂണിറ്റി സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ ഒരു ലോഗോ ഉണ്ട്. ബാക്കിലും ആ സെയിം സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ കാർഡ് ഇരിക്കുന്ന കാണാം. കാർഡ് ഒരു നോർമൽ ബേസിക് സാധനം കാർഡാണ്. എനിക്ക് ഭയങ്കര ലിമിറ്റ് കുറഞ്ഞ കിട്ടിയത് 50,000 ലിമിറ്റ് എനിക്ക് കിട്ടിക്കുന്നത്. എൻ്റെ ഇപ്പോൾ വൺ ഓഫ് ദി ഏറ്റവും ലോവസ്റ്റ് ക്രെഡിറ്റ് ലിമിറ്റുള്ള കാർഡ് എന്ന് വേണമെങ്കിൽ പറയാതിന്. അപ്പോൾ സംഭവം എന്തായാലും ലൈഫ് ടൈം ഫ്രീ ആണ്. പിന്നെ ഇതിൻ്റെ 20% ക്യാഷ് ബാക്കിൻ്റെ സത്യാവസ്ഥ ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് നാളെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാർഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് ഈ സാധനം കിട്ടുക. അപ്പോൾ കാർഡ് ഒരു ഇരിക്കുന്നുണ്ട്. ഞാൻ കാർഡ് വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. നോർമൽ ബേസിക് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ പേരും സംഭവമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് കാർഡ് കണ്ടോ, സാധാ ഒരു കാർഡ് കണ്ടോ, സാധാ ഒരു കാർഡ് റോർ ബാങ്ക് എഴുതിയിട്ടുണ്ട്. പ്ലാറ്റിനം റൂപേ ഇന്റർനാഷണൽ കാർഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ബാക്കിൽ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്കർ ഉണ്ട്, ഒരു ഫാംലെറ്റും ഉണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ. അതിൽ ഇത്രയേ ഉള്ളൂ. ലെറ്ററോ സംഭവം അങ്ങനത്തെ സംഭവം ഒരു പരിപാടി ഇല്ല കേട്ടോ. ഇതിൽ കുറച്ച് ലോക്കൽ കുറച്ച് എന്താ പറയുക സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ടൈഗറിൻ്റെ പടമായിട്ട് ഇവരുടെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പുലി അലർന്ന പോലത്തെ സൗണ്ടാണ് വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനത്തെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ വന്നതായിരിക്കും. അത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് സൈക്കിളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട്. 62 ദിവസത്തെ എന്താ പറയുക നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് വരെ തരുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. 62 ദിവസം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ശരിക്കും 2 മാസം തന്നെ വരുന്നുണ്ട്. ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡിലൊക്കെ 48 to 50 ദിവസമൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അതിൻ്റെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ സാധനത്തിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും കൂടി സെപ്പറേറ്റ് അല്ല, ഒരുമിച്ചാണ് എല്ലാം കൂടി വരുന്നത്. അതായത് നിങ്ങളുടെ ബാങ്ക് നമുക്ക് ഈ സാധനം അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ കിട്ടും. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ IFSC കോഡായിട്ട്. ഇവർക്ക് ഡെബിറ്റ് കാർഡോ ചെക്ക് ബുക്ക് അങ്ങനത്തെ സംഭവമൊന്നും കിട്ടില്ല. അതൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം 0 ബാലൻസ് അക്കൗണ്ട് ആണെങ്കിലും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ ഇതിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു 1000 കിട്ടും വിചാരിക്കുക, നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റും കൂടും. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ നമ്മളിപ്പോൾ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു 5000 രൂപ സ്പെൻഡ് ചെയ്തു, എന്നിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ആ കാർഡിലേക്ക് അത് വലിക്കും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അത് അങ്ങനെയാണ് സംഭവം. ഫുള്ളി ലിങ്ക്ഡാണ് സാധനം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ മറക്കണം. അതുപോലെ തന്നെ UPI ആപ്പിലൊന്നും ഈ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഡെബിറ്റ് കാർഡ് ഇല്ല, അതുകൊണ്ട് തന്നെ ആഡ് ചെയ്യാൻ പറ്റില്ല. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ആപ്പിൽ തന്നെ ഞാൻ ഇത് കാണിച്ചു തരാൻ വേണമെങ്കിൽ നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ വേണമെങ്കിൽ നമ്മുടെ വേറെ ബാങ്ക് അക്കൗണ്ടുകൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വേണമെങ്കിൽ ക്യാഷ് സെൻഡ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഇല്ല കേട്ടോ. അപ്പോൾ റോർ ബാങ്കിൻ്റെ ഇങ്ങനെ തുറക്കട്ടെ. ഇതിൽ കാർഡ് നമ്പർ ഫ്രണ്ടിൽ കാണും. അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല. ഇതാ നിങ്ങൾക്ക് ഫണ്ട് മൈ അക്കൗണ്ട് ഒരു ഓപ്ഷൻ ഇതിൽ കാണാൻ കണ്ടോ. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ കാർഡ് റീപേയ്മെൻറ്റ് ഓപ്ഷനും ഫണ്ട് അക്കൗണ്ടും ഒക്കെ സെയിം ആണ്. ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡിലേക്കും അക്കൗണ്ടിലേക്കും ഒരുമിച്ച് പോയിട്ടാണ് പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ കാർഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനത്തിൽ പോവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. പിന്നെ നമുക്കിതിൽ ക്യാഷ് ബാക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാ സാധനത്തിനൊന്നും 20% ഇല്ല കേട്ടോ. അതും മാത്രമല്ല അപ് ടു 20% അല്ലാണ്ട് കറക്റ്റായിട്ട് 20% ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഓൾറെഡി ഇതിൻ്റെ ക്യാഷ് ബാക്ക് പ്രോഗ്രാമിനെ കുറിച്ച് ചൂസ് യുവർ ടോപ്പ് 2 സ്പെൻഡ് കാറ്റഗറി. അതായത് ട്രാവൽ, ഗ്രോസറീസ്, ഫ്യൂവൽ ആൻഡ് ഏൺ അപ് ടു ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏൺ അപ് ടു 20% ക്യാഷ് ബാക്ക് ഓൺ ദോസ് കാറ്റഗറീസ് എന്നാണ്. ഫ്ലാറ്റ് 1% ക്യാഷ് ബാക്ക് ഓൺ ഓൾ യുവർ യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സ്. യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സിന് മാത്രം നമ്മൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ 1% കിട്ടും. ബാക്കി ഒന്നിനും നമുക്ക് കിട്ടില്ല. ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ മൂവീസിനും ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്താ പറയുക റെസ്റ്റോറൻറ്റ് സ്വിഗ്ഗിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമെന്ന് നോക്കാൻ വേണ്ട. പക്ഷേ അതിന് ശേഷം ഞാൻ വാങ്ങിച്ചു പോയില്ല. പക്ഷേ അതിന് ശേഷം ഒരു ആമസോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 10 പൈസ ക്യാഷ് ബാക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒരു മെയിൻ ഡ്രോബാക്ക് ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സാധനത്തിന് മാത്രമേ ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ, അല്ലാതെ തന്നെ ഒന്നും കിട്ടില്ല. ബാക്കി ഒന്നും അറിയിക്കും. ബാക്കി എല്ലാത്തിനും നമുക്ക് 1% എങ്കിലും കിട്ടാറുണ്ട്. അപ്പോൾ അതൊന്നും കിട്ടില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ അവരുടെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിനൊന്നും ഇവർ 20% പറയുന്നില്ല കേട്ടോ. എവിടെ അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെ ആപ്പൊക്കെ ഭയങ്കര മിനിമൽ സംഭവങ്ങളാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിത്
ഇതിൻ്റെ ലിമിറ്റ് നിങ്ങൾക്ക് നല്ല ലിമിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ലിമിറ്റ് ചെയ്ത് വെക്കുകയായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ അത് ചിലപ്പോൾ പണി കിട്ടാനൊക്കെ സാധ്യത ഭയങ്കര കൂടുതൽ. അവരുടെ സപ്പോർട്ടൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര നല്ല ലോ ക്വാളിറ്റി കസ്റ്റമർ സപ്പോർട്ടാണ്. അയ്യോ, ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാകുന്നല്ലോ. അയ്യോ, മിസ്സായോ? അവിടെ ഉണ്ട്. ഇതാണ് ഞാൻ അവരുടെ ക്യാഷ് ബാക്കിൻ്റെ സംഭവങ്ങൾ. ഞാൻ വേണമെങ്കിൽ പറയാം. ഗ്രോസറീസിനാണെങ്കിൽ 2% കണ്ടു. പിന്നെ കാഫേ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ 5%. അതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മൂവീസാണ് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ കണ്ടു. പിന്നെ ക്ലോത്തിങ്ങിനാണെങ്കിൽ 5% കണ്ടു. പിന്നെ 5% മൊബിലിറ്റി ടാക്സി, 20% ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് സ്പോർട്സ്, 20% മൂവീസ്. അപ്പോൾ 20% എന്ന് പറയുന്നത് മൂവീസും എൻ്റർടൈൻമെൻറ്റ് സ്പോർട്സിനും മാത്രമേ ഉള്ളൂ അപ് ടു. ബാക്കി എല്ലാത്തിനും 5%. ഗ്രോസറീസ് ആണെങ്കിൽ 2% കിട്ടുള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് 20% എന്നൊക്കെ പറയുന്നത് മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ. നമ്മുടെ നിങ്ങളിപ്പോൾ ഒരു സാധനം, ഇപ്പോൾ ഒരു ബ്രെഡ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ വീറ്റ് ബ്രെഡ് എന്നൊക്കെ മുമ്പിൽ, ആട്ടാ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞ് മുമ്പിൽ വെച്ചിട്ടുണ്ടാവും. ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ സത്യാവസ്ഥ അറിയാം. അതേ അവസ്ഥ തന്നെയാണ് കൂടിയും. ഫേക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ ആണെങ്കിൽ തന്നെ പറയാം കേട്ടോ. പിന്നെ ക്രെഡിറ്റ് ലിമിറ്റ് 0% ഇൻട്രസ്റ്റ് നമുക്ക് 62 ദിവസം വരെ കിട്ടും. അതും 3 ദിവസം എക്സ്ട്രാ ഗ്രേസ് പീരീഡും കിട്ടും. അത് നമ്മുടെ RBI റൂളാണ് എല്ലാത്തിലും കിട്ടുന്നത്. പിന്നെ റീപേയ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ വരുന്നു പറഞ്ഞിട്ട്. ടു അവോയ്ഡ് ഇൻട്രസ്റ്റ് ചാർജസ് റീപേ ഫുൾ എമൗണ്ട് ഡ്യൂ ബൈ ഡ്യൂ ഡേറ്റ് കേട്ടോ. പിന്നെ ഇതിൽ വേറെ സംഭവമൊന്നുമില്ല. ഇതിൽ പിന്നെ ഹൗ ടു ഫണ്ട് യുവർ സേവിങ്സ് അക്കൗണ്ടിന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി വേറെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫണ്ട് ആഡ് ചെയ്യാം. UPI വഴി നടക്കില്ല ഒന്നും. UPI വർക്കിങ്ങും അല്ല, അവർ UPI എനേബിളും ചെയ്തിട്ടില്ല. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡും UPI ഉപയോഗിക്കാൻ പറ്റില്ല. പറയുമ്പോൾ റൂപേ പേരിൻ്റെ ആണല്ലോ, പക്ഷേ UPI ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത് എനേബിൾ ആയിട്ടില്ല കേട്ടോ. അത് കമ്മിങ് സൂൺ വരെയാണ് ആപ്പിലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് വിഡ്രോവൽ ക്യാഷ് ഫ്രം ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ATMലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ സെൻഡ് മണി ചെയ്യാൻ പറ്റും. പിന്നെ വേറെ സംഭവമൊന്നുമില്ല. അത്രയൊക്കെ തന്നെ ഒരു ബേസിക് സംഭവമാണ് കേട്ടോ. ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഒരു ജസ്റ്റ് സിബിൽ സ്കോർ അല്ലെങ്കിൽ സിബിൽ റിപ്പോർട്ട് മാത്രം നോക്കുന്നുള്ളൂ. സിബിലല്ല, ക്രെഡിറ്റ് സ്കോർ മാത്രമേ നോക്കുന്നുള്ളൂ. എന്നിട്ടാണ് അവർ എന്താ പറയുക ഈ ഇത് തരുന്നത്. ഇൻകം സംഭവങ്ങളൊന്നും നോക്കുന്നില്ല. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് അവർ നോട്ടിഫിക്കേഷൻ വരണം, ഇൻവിറ്റേഷൻ അവർ അയക്കണം. എന്നാലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ചുമ്മാ പോയിട്ട് സാധാരണ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്ന പോലെ ഡയറക്റ്റ് കയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അവർ ഇൻവിറ്റേഷൻ തന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആദ്യം പോയി രജിസ്റ്റർ ചെയ്യണം അവരുടെ ആപ്പിൽ കയറിയിട്ട്. അത് ചെയ്യാൻ മറക്കേണ്ട. റൂറൽ ബാങ്കിൻ്റെ ആപ്പ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ആപ്പൊക്കെ വൻ ഷോക്കാണ്. നിങ്ങൾക്ക് അവരുടെ ആപ്പിൻ്റെ റേറ്റിംഗ് നോക്കിയാൽ തന്നെ അറിയാം. 2.2 സംതിങ് ഉണ്ടല്ലോ. അത് ഇപ്പോൾ 2-3 ദിവസമായിട്ട് സാധനം ഫുൾ ഡൗൺ ആയിരുന്നു. ഇപ്പോൾ റീസെൻ്റിലാണ് സാധനം ശരിയായത്. അപ്പോൾ ഓവറോൾ ഒരു ബേസിക് ക്രെഡിറ്റ് കാർഡ് അത്യാവശ്യം എല്ലാവർക്കും എലിജിബിൾ ആയിട്ടുള്ള ഒരു ബേസിക് ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം സാധനം. പ്രത്യേകിച്ച് ഇത് പുതിയൊരു സാധനമാണ്. റോർ എന്ന് പറഞ്ഞൊരു ഫിൻടെക് ബ്രാൻഡും അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കും കൂടിയിട്ട് ഫസ്റ്റ് ഇറക്കിയ സംഭവമാണ്. യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു ആദ്യമായിട്ട് അവർക്ക് ക്രെഡിറ്റ് കാർഡ് ലൈസൻസ് കിട്ടിയിട്ട് ഇറക്കുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭയങ്കര കുറവുകളും സംഭവങ്ങളൊക്കെ ഇതിൽ കാണാനുണ്ട്. ഇവരായാലും ഫിൻടെക് ഇതായാലും രണ്ടായാലും തീരെ എക്സ്പീരിയൻസിൻ്റെ ഒരു ഭയങ്കര ലാഗ് അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രോബ്ലംസ് ഇതിൽ കാണാനുണ്ട് കേട്ടോ. ഭയങ്കര അതുകൊണ്ട് തന്നെ സേഫ്റ്റി ഭയങ്കര ഒരു കൺസേൺ ആണ്. എനിക്ക് ശരിക്കും 50,000 ലിമിറ്റ് കിട്ടിയതും ഞാനത് ലിമിറ്റ് ചെയ്തിട്ടൊക്കെയാണ്. 5,000 ലിമിറ്റ് ചെയ്തിട്ട് വെച്ചേക്കാണ്. അതിൽ എന്താ വെച്ചാൽ പണി കിട്ടിയ പിന്നെ ഇവന്മാരെ വിളിച്ചാലും കിട്ടില്ല. ഇവർ ഞാൻ ഇതുവരെയായിട്ട് ഒരു ഇവർക്ക് ഒരു കസ്റ്റമർ കെയർ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിൽ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അപ്രൂവ് ആയപ്പോൾ സമയത്ത് അയച്ചേക്കുന്നതാണ്. അതായത് ഒരു 8 ദിവസം 9 ദിവസം മുമ്പ്. ഇതുവരെയായിട്ട് അതിന് റിപ്ലൈ പോലും വന്നിട്ടില്ല. പിന്നെ ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു, പിന്നെ ട്വിറ്ററിൽ അയച്ചു, ഇമെയിൽ അയച്ചു. ഒരു 10-12 ഇമെയിലാണ്ട് അയച്ചിട്ട് ലാസ്റ്റാണ് എന്നിട്ട് മിഞ്ഞാന്നാണ്ടാണ് നമുക്ക് ഇവർ ഒരു പ്രത്യേകത വെച്ചാൽ ഇവരുടെ നമുക്ക് അപ്രൂവ് ആയി. നമ്മുടെ നോർമലി നമ്മൾ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയി, അത് ഷിപ്പായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് മെസ്സേജ് വരും. അത് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇത് അപ്രൂവ് ആയിട്ട് ഒരു 3-4 ദിവസമായി. എന്നിട്ട് ഒരു വിവരമില്ല, അത് ഷിപ്പാവണമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല കുറേ മെയിൽ അയച്ചു നോക്കി. ലാസ്റ്റ് എന്നിട്ടാണ് അവിടെ നിന്ന് മെയിൽ വന്നത്. ഓൾറെഡി ഷിപ്പ് ആയിട്ടുണ്ട് എന്നൊരു ട്രാക്കിംഗ് നമ്പറൊക്കെ വെച്ചിട്ട്. സാധാരണ അതൊക്കെ ഓട്ടോമാറ്റിക്കലാണ് അത് ഓട്ടോമാറ്റിക്കലി അവർ സോഫ്റ്റ്വെയർ അയക്കുന്നതാണ് അതൊക്കെ. ഇതിലങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല സേഫ്റ്റി ഇഷ്യൂസ് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ നല്ല ലിമിറ്റ് കിട്ടിയവരൊക്കെ ഒന്ന് ലിമിറ്റ് തരാൻ മറക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ പണി കിട്ടിയ പോലെ ഇരിക്കും. പിന്നെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മ റെസ്പോണ്ടും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ബാക്കിയുള്ള ബാങ്കിൽ അങ്ങനെ നമുക്ക് കംപ്ലൈൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ വിചാരിക്കാം. അപ്പോൾ കസ്റ്റമർ സപ്പോർട്ടൊക്കെ വൻ ഷോക്കാണ്. എല്ലാത്തിനും ഓൾമോസ്റ്റ് മിക്ക ക്രെഡിറ്റ് കാർഡുകളിലും കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ മോശമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോർമലി പറയാറുണ്ട് നമ്മുടെ SBM ബാങ്കിൻ്റെ ഒക്കെ കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ ഭയങ്കര ബിലോ ആവറേജ് ആണ്. പക്ഷേ അവരുടെ കാർഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ്. പക്ഷേ ഇതിനായിട്ടൊക്കെ ബെറ്റർ ആട്ടോ, അത് വേറെ കാര്യം. റെസ്പോണ്ടൊക്കെ ചെയ്യും അത്യാവശ്യം. അപ്പോൾ ഇതിനായിട്ടൊക്കെ വൻ ബെറ്റർ, അത് വേറെ കാര്യം. ഇവരെനിക്ക് തോന്നുന്ന പുതിയൊരു സംഭവം ആയതുകൊണ്ടുള്ള ഒരു കുഴപ്പങ്ങളാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇനിയിപ്പോൾ അത് കുറച്ച് കാലം കഴിഞ്ഞാൽ അറിയുള്ളൂ അവർ ബെറ്റർ ആക്കൂ കോളാക്കൂ എന്നറിയില്ല.
അപ്പോൾ ഇതാണ് നമ്മുടെ റോർ ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ അൺബോക്സിംഗ് സംഭവമൊക്കെ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ചാനൽ കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കി നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാൻ മതി, മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ കാരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം.